ഇലക്ഷൻ്റെ സമയം വരുമ്പോൾ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്. ഈ ആളുകളെല്ലാം നേരെ പോയി 2-3 കൂട്ടരെ കാണും. ഒന്ന് അരമനകൾ കയറിയ, രണ്ടാമത്തത് പിന്നെ പോകുന്നത് പെരുന്നയിൽ ശ്രീ സുകുമാരൻ നായരെ കാണാം. പിന്നെ നേരെ ഓടുന്നത് നേരെ വെള്ളാപ്പള്ളി നടേശൻ്റെ അടുത്തോട്ട് ഓടും, നേരെ പാണക്കാട്ടോട്ട് ഓടും, അല്ലെങ്കിൽ ഏതെങ്കിലും മുത്തുക്കോയ തങ്ങളോ അങ്ങനെയൊക്കെ ഉള്ള ആളുകളെ കാണാനായിട്ട് നടക്കും. കുറേ പേര് നേരെ അരമനകൾ നടക്കും. ബാക്കി ഞാൻ ഈ പറഞ്ഞതുപോലെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോകും. ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ ചോദ്യം. ആളുകൾ രഹസ്യമായിട്ടാണ് ഈ വോട്ട് ചെയ്യുന്നത്. ഈ ശ്രീ വെള്ളാപ്പള്ളി നടേശനോ ശ്രീ സുകുമാരൻ നായരോ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അവരെ വീട്ടിലുള്ളവർ ഒരു വോട്ട് ചെയ്യുന്നു. അവർക്ക് ഇഷ്ടമുള്ളവർക്ക് അവർ വോട്ട് ചെയ്യും. അതിനെ ഇവർ ഭയക്കുന്ന എന്തിന് ഈ സാമുദായിക നേതാക്കളെ കാണാൻ പോകുന്നു? അവരുടെ പണി നോക്കട്ടെ, ആ സമുദായത്തിന് ഉന്നമനത്തിന് വേണ്ടി അവർ നോക്കിക്കോട്ടെ. അല്ലാതെ അവരെ പോയി പ്രീണിപ്പിച്ച് വോട്ട് വാങ്ങി എടുക്കുന്നതാണോ നമ്മുടെ ജനാധിപത്യം? അത് ചിന്തിച്ചാൽ മതി. അതിനൊന്ന് തയ്യാറായാൽ നല്ലതായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവരാരും തയ്യാറാവുന്നില്ല. മനുഷ്യരുടെ അടുത്ത് പോകണം. ജനങ്ങളെ വരാണോ? അല്ലല്ലോ. അവർ ജനങ്ങളെ ഓരോ മതത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളാണ്. അവരടുത്ത് വേറെ എന്ത് കാര്യത്തിന്, രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി പോകണം. ഇവരാരും അവരെ സന്ദർശിക്കാൻ പാടില്ലെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരൊറ്റ രാഷ്ട്രീയക്കാരും ഇങ്ങനെയുള്ള ആളുകളെ യഥാർത്ഥത്തിൽ അവരെ പോയി കാണാൻ പാടില്ല, അവരെ സഹായം ചോദിക്കാൻ പാടില്ല. അവർക്ക് സഹായം ചെയ്യേണ്ടവർക്ക് അവർ ചെയ്തോട്ടെ, അത് അവരുടെ മനസ്സാണ്. ഞാൻ പറഞ്ഞ ആ രീതിയിൽ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ മുഴുവൻ തകരും. ഇപ്പം തകർന്നുകൊണ്ടിരിക്കുകയാണത്. അതുകൊണ്ട് ആരും ഇങ്ങനെയുള്ളവരെ പോയി കാല് പിടിക്കാൻ പോകരുതെന്ന് തന്നെയാണ് എൻ്റെ ബലമായ അഭിപ്രായം. അതിനകത്ത് ഇവരൊക്കെ വിയോജിക്കും, അത് വേറെ കാര്യം. അതിനകത്ത് എനിക്കതിൽ ഒരു പ്രത്യേകതയും ഞാൻ കാണുന്നില്ല. ഇന്ത്യ എന്ന് പറയുന്നത് ഇത് അതുപോലെ തന്നെ ആരാണ്ട് ഇസ്ലാമിക് രാഷ്ട്രമാക്കാൻ പോകുന്നെന്ന് പറയുന്നത് ഇന്ത്യയിൽ ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ, വിവരക്കേടാണ് പറയുന്നത്. അതൊന്നും നമുക്ക് വെച്ച് ഉറപ്പിക്കാൻ നോക്കുന്ന ഒരു കാര്യമല്ല. ഇസ്ലാമിക് രാഷ്ട്രം എന്ന് പറഞ്ഞ ഒരു കാഴ്ചപ്പാട് പറ്റത്തില്ല ഇന്ത്യക്ക്. കാരണം സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യ എന്നും, അതായത് പാകിസ്ഥാൻ വേർപെട്ട് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഭരണഘടനയുടെ ആ ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ഏറ്റവും വലിയ കാര്യം ഇന്ത്യ എന്നും ഒരു മതേതര രാഷ്ട്രമായിട്ട് തുടരും എന്നുള്ളതാണ്. അങ്ങനെ തന്നെ തുടരണം. ഇല്ലെങ്കിലുള്ള പ്രശ്നം ഇപ്പോൾ അത് ഏത് വർഗീയത വന്നാലും അത് കുറേ പേർക്ക് അത് ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കും. അങ്ങനെ ആയാൽ നമ്മുടെ നാട് തകരും. അതാണ് സംഭവിക്കുന്നത്. നമ്മുടെ രാജ്യം തകരും. നമ്മുടെ രാജ്യം കുതിച്ചു കയറാൻ മുകളിലോട്ട് പോകണം. അതാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അതിന് എല്ലാവരും ഒരുപോലെ ആയിരിക്കണം. മതേതര രാഷ്ട്രമായിട്ട് തന്നെ അത് നിൽക്കണം. ശ്രീമതി കെ ശൈലജയുടെ അഭിപ്രായം അതായത് ഇതിനകത്ത് ഹിന്ദു രാഷ്ട്രം ആയിട്ട് ഇന്ത്യയെ മാറ്റണം, BJP യുടെ അതാണെന്നൊക്കെ പറയുന്നു. അത് ഞാനും പറഞ്ഞു കേൾക്കുന്ന കാര്യമാണ്.